വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 2 പേരെ കാട്ടാന കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് അത് തടയാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ഇപ്പോൾ ലക്കിടിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. മനുഷ്യവന്യജീവി സംഘർഷത്തിൽ പൊറുതിമുട്ടിയ വയനാട്ടിൽ ഇന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യേറ്റമുണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വഴി തടയുന്നതടക്കം ലക്കിടിയിൽ നടക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നു. അരുൺ, സ്ഥലത്ത് സംഘർഷമാണോ? എന്താണ് അവസ്ഥ? മോത്തി, ഗുഡ് മോർണിംഗ്. തുടക്കം തന്നെ പ്രതിഷേധത്തിൽ ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലക്കിടി പ്രധാന കവാടത്തിൽ രാവിലെ തന്നെ UDF പ്രവർത്തകർ ഈ വാഹനങ്ങൾ തടയാനായി എത്തി. പോലീസ് വാഹനങ്ങൾ കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു വാഹനം കടത്തിവിടാനുള്ള ശ്രമം നടത്തി. അതിനിടെയാണ് പ്രവർത്തകർ പോലീസുമായി കയർത്തത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. തുടക്കം തന്നെ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ പ്രവർത്തകരെ ഓരോന്നായി അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് സേന ഇങ്ങോട്ടേക്ക് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു വാഹനം കടത്തിവിടുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങി പ്രവർത്തകർ അത്തരത്തിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SIA ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. രാവിലെ തന്നെ പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറുന്നതാണ് ലക്കിടി പ്രധാന കവാടത്തിൽ നിന്ന് കാണുന്നത്. ഇന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ ലക്കിടി പ്രധാന കവാടത്തിൽ വയനാട് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി അന്തർ സംസ്ഥാന ഉൾപ്പെടെ പോകുന്ന വാഹനങ്ങൾ വരുന്ന ഈ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. വാഹനങ്ങൾ കടത്തിവിടാനുള്ള പോലീസിന്റെ ശ്രമത്തിനിടെ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. UDF പ്രവർത്തകരെ ഓരോന്നായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ള പ്രവർത്തകരെ ഇപ്പോൾ ഉന്തും തള്ളും തുടരുന്ന കയ്യേറ്റം നടക്കുന്ന ഒരു സാഹചര്യം. പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന സാഹചര്യം. അത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു സാഹചര്യമാണ് കോഴിക്കോട് വയനാട് അതിർത്തിയായ ലക്കിടി പ്രധാന കവാടത്തിന് സമീപത്ത് കാണാനാവുന്നത്. രാവിലെ തന്നെ പ്രവർത്തകരും പോലീസും തള്ളുമുണ്ടായി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തുറന്നു കഴിക്കുമ്പോ ഒരു മനുഷ്യനെ കൊല്ലുതാക്കിട്ടോ നല്ല രീതിയിൽ ഞങ്ങളെ 15 മിനിറ്റൊക്കെ തന്നെയാണ് സാധാരണ ചെയ്യാറ്. സാധാരണ 15 മിനിറ്റ് നടത്താണല്ലോ. എല്ലാ മാസം ഓരോ ജീവനുകൾ ദിവസം പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം 24 മണിക്കൂറിനിടെ 2